കിഴക്കേ പാടമെന്ന അതിമനോഹരമായ ഗ്രാമം. ഇപ്പോ നമ്മൾ പോകാൻ പോകുന്ന പ്ലേസ് റിവീൽ ചെയ്യാൻ പോവാണ്. ഞാനൊരു പാട്ട് പാടാം. ഫുൾ പൊട്ടത്തായിരിക്കും, എന്നാലും ഞാൻ ആ പാട്ട് പാടി തരാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സോൾട്ട് ആൻഡ് പെപ്പർ വീഡിയോസ്. ഇന്ന് ഞങ്ങളുടെ മുഖത്ത് സന്തോഷം കാണുമ്പോൾ തോന്നും, കാണുമ്പോൾ നിങ്ങൾക്കറിയാം നമ്മളൊരു യാത്രയിലാണ്. യാത്ര തുടങ്ങുന്നുള്ളൂ. അതിരാവിലെ സൂര്യൻ ഉദിച്ചൊരു 7 മണി നേരമായിട്ടുണ്ട്. 7 മണി നേരം ചൂടൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ പോണ സ്ഥലത്തേക്ക് ഏകദേശം ഒരു 2 hours, അറൌണ്ട് 2.5 hours ട്രാവലിംഗ് ഉണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ ഇറങ്ങി. അപ്പോൾ അതിൻ്റെ ഉറക്കക്ഷീണമൊക്കെ ഞങ്ങളുടെ കണ്ണുകളിലുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും കുഴപ്പമില്ല, എന്നാലും നമ്മൾ ട്രിപ്പ് അടിക്കും. അപ്പോൾ പോകുന്ന സ്ഥലം കുറച്ച് വൈബ്രൻറ്റ് കളേഴ്സും ഒക്കെയുള്ള നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ ഓൺ ദ വേയിൽ ഞാൻ സ്ഥലത്തിനെ കുറിച്ച് പറയാം. ഏതാണ് സ്ഥലം, എങ്ങനെയാണ് നമ്മൾ പോണേന്ന്. ഓക്കെ, സസ്പെൻസ് ആണോ? യെസ്, സസ്പെൻസ് ആണ്. സസ്പെൻസ് ആയിട്ടുള്ള സ്ഥലമാണ്. ലെറ്റ്സ് ഗോ. അപ്പോൾ ഇവിടെ വെയിലൊക്കെ ഉദിച്ചിങ്ങനെ നമ്മളിങ്ങനെ ചൂടിനായി വരുന്നുള്ളൂ. അപ്പോൾ നമ്മളെ പോകാൻ പോകുന്ന സ്ഥലം തണുപ്പാണോ ചൂടാണോ എന്നുള്ള കാര്യം അറിയില്ല. ഏകദേശം ഒരു 10 degree ഒക്കെ ആവറേജ് ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ടെമ്പറേച്ചർ 10-15 ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. തണുപ്പുണ്ടെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാവും. നമ്മള് ജാക്കറ്റ് സാധനങ്ങൾ നമ്മൾ സബ്സ്പെഷ്യൽ എടുത്തിട്ടില്ലേ. പിന്നെ അവിടെ പോകുമ്പോൾ അവിടത്തെ എങ്ങനെയാണ്, മഴയാണോ തണുപ്പാണോ എന്നുള്ള കാര്യം അറിയില്ല. അപ്പൊ നമുക്ക് പോണ വഴിക്ക് ഇങ്ങനെ നമ്മളിന്ന് പോകാൻ പോണ ട്രെയിൻ കയറിയിട്ടാണ് നമ്മൾ പോണത്. അങ്ങനെ ട്രെയിൻ മാത്രല്ല, നമ്മള് ആദ്യം നടക്കുന്നു, പിന്നെ ബസ് കയറുന്നു, പിന്നെ ട്രെയിൻ കയറുന്നു, പിന്നെ ബസ് കയറുന്നു, പിന്നെ നടക്കുന്നു. അങ്ങനെയാണ് അങ്ങനെ നമ്മളുടെ എല്ലാവിധ യാത്രാമാർഗങ്ങളും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഓക്കെ, അപ്പോ അങ്ങനത്തെ ഒരു ട്രിപ്പാണത്. ട്രിപ്പിൽ നമ്മള് ട്രിപ്പ് ഇത് സൂപ്പർ ട്രിപ്പ് ആവും. കുറെ നാളിന് ശേഷം നമ്മള് കുറച്ച് നമ്മുടെ ഏരിയ വിട്ടിരുന്ന വേറൊരു സ്ഥലത്തേക്ക് ഉള്ള ഒരു ട്രിപ്പാണത്. സമ്മറായ കാരണം ആളുകളും അല്ല, മെയിൻ പബ്ലിക് സ്പോട്ടിലൊക്കെ ആൾക്കാർ കൂടുതല. സമ്മറായ ആളുകളൊക്കെ പുറത്തിറങ്ങി ചൂട് കൊള്ളാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഒരു സമയമാണ്. എന്റെ പുതിയ ഗ്ലാസ് എങ്ങനെയുണ്ട് ഗൈസ്? ഇഷ്ടമായോ? ഡു യു ലൈക്ക് ഇറ്റ്? എനിക്ക് അറിയത്തില്ല, ഗിഫ്റ്റ് ചെയ്താണ്. പിന്നെ ഇതെന്റെ ഉടുപ്പ്, എന്റെ ബാഗ്, ഇതാണ് എന്റെ അച്ചയർ. കൊള്ളാമോ? കുട്ടേട്ടനെ കാണിച്ചു തരാം. ഇതാണ് കുട്ടേട്ടന്റെ ഷർട്ട്, പാന്റ്, ഷൂ. ഇത് വെറും 5 രൂപയുടെ, ഇത് 2 രൂപയുടെ പാന്റ്, ഇത് 1 രൂപയുടെ ഷർട്ട്, ഇത് 10 രൂപയുടെ ഗ്ലാസ്. ഇതല്ലാതെ ഗോൾഡ് അല്ല. അങ്ങനെയാണ് നമ്മുടെ കോസ്റ്റ്യൂംസ്. ഇങ്ങനെയാണ്. നമ്മള് പോണ വഴിക്ക് ഇവിടെ ഒരു ചെറിയൊരു കാട്. അപ്പൊ കാട്ടില് കുറച്ച് പൂക്കളിവിടെ കാണുന്നുണ്ട്. അത് എടുത്ത് വലിച്ചിട്ട് ചൊറിയണ്ട, സൂപ്പർ ആയിട്ടുണ്ട്. പുതിയ സൈഡിൽ പുതിയ സമാധാനം കിട്ടി. പ്രകൃതിയോടെ ഇടങ്ങി. ബസ് സ്റ്റേഷനിൽ ആരുമില്ലല്ലോ. ശനിയാഴ്ചകളാണെന്ന് വെച്ച് കഴിഞ്ഞാല് അരമണിക്കൂർ കൂടിയിട്ടാണ് ബസ് പോകുന്നത്. ബാക്കിയുള്ള ദിവസങ്ങളാണെങ്കിൽ 10 മിനിറ്റ് ബസ് ഉണ്ട്. ഇപ്പൊ ശനി ഞായറിന് എന്താ പ്രശ്നം എന്ന് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. സ്റ്റോപ്പ് പൊളിക്കേണ്ടി വരുമോ? അപ്പൊ നമ്മുടെ ട്രിപ്പ് അല്ല, അത് ബജറ്റ് ഫ്രണ്ട്ലിയാണ്. നമ്മൾ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രിപ്പുകളൊന്നും ഒരു കാരണവശാലും പ്ലാൻ ചെയ്യില്ല. മേ ബി ഇൻ ഫ്യൂച്ചർ കുറച്ച് സമയം കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രിപ്പുകളൊക്കെ നമ്മൾ പോകും. അപ്പോൾ ഇന്ന് പോകാൻ പോകുന്ന ട്രിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് പീറ്റർബോ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് UK-ലത്തെ. അവിടെ നിന്ന് ഏകദേശം ഒരു 2 hours ട്രാവലിംഗ് ഉണ്ട് നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം. നമ്മൾ പോകുന്നത് ട്രെയിനിൽ കയറിയിട്ടാണ് പോകുന്നത്. ആദ്യം ബസ് കയറുന്നു, അത് കയറിയിട്ട് നമ്മുടെ മെയിൻ സ്റ്റേഷനിൽ എത്തിയതിന് ശേഷം അവിടെ നിന്നാണ് നമ്മൾ ട്രെയിൻ പിടിക്കുന്നത്. ട്രെയിൻ പിടിച്ചിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ ലൊക്കേഷനിലേക്ക് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ മെയിൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് അവിടെ നിന്ന് മെയിൻ സെൻറ്ററിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ബസ്സിനെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. ഈ ബസ്സിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ സ്റ്റേജ് കോച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബസ്സാണ് ഇവിടെ UK-ൽ കൂടുതൽ പോപ്പുലറായിട്ട് സർവീസ് ഉള്ളത്. ഇതൊരു പ്രൈവറ്റ് സെക്ടറാണ്. അപ്പോൾ സ്റ്റേജ് കോച്ചിൻ്റെ ബസ്സിൻ്റെ ബോർഡാണ് ഈ കാണുന്നത്, കണ്ടില്ലേ?
അപ്പൊ ഇതിലിങ്ങനെ ശനിയാഴ്ച ഞായറാഴ്ചയുള്ള ടൈമിങ്സ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ UK വരുന്ന സമയത്ത് ആദ്യമായിട്ടാണ് ബസ് ട്രാവലിംഗ് ഇതിൽ പോണെന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ ബസ് സ്റ്റോപ്പിന്റെ മുന്നിൽ എന്തുണ്ടായിരിക്കും, ഇങ്ങനത്തെ ഒരു ബോർഡ് ഉണ്ടാവും. അതായത് ബസ്സിന്റെ നമ്പറും പോണ്ട ലൊക്കേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയതിന് ശേഷം പോകും. എക്സ്പെഷ്യലി സാറ്റർഡേ ആൻഡ് സൺഡേ ബസ് 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് വരുന്നത്. ചില സമയങ്ങളിൽ ബസ് ക്യാൻസൽ ആവും ചെയ്യും. അപ്പോൾ നമ്മൾ ഓൾവേസ് നമ്മൾ മാപ്പിൽ നോക്കി, ഗൂഗിൾ മാപ്പിൽ നോക്കിയതിന് ശേഷം വേണ്ടിയിട്ട് മാത്രം ട്രിപ്പ് പ്ലാൻ ചെയ്യുക. ട്രിപ്പ് അല്ലെങ്കിൽ നമ്മൾ എവിടേക്കാണ് ട്രാവൽ ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ. ശരിയല്ലേ പറഞ്ഞത്? ഓക്കെ, എല്ലാം റെഡിയാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബസ് സ്റ്റോപ്പ് കണ്ടില്ലേ, ബസ് സ്റ്റോപ്പിൽ ഇത്രയാണ് വലുപ്പമുള്ളത്. വലിയ ബസ് സ്റ്റേഷൻ പോലെ നമ്മുടെ നാട്ടിലെ ആലുവ ബസ് സ്റ്റേഷൻ പോലത്തെ അങ്ങനത്തെ ബസ് സ്റ്റേഷനല്ല. അതായത് ചെറിയ ബസ് സ്റ്റേഷനിലാണ്. അതുപോലെ തന്നെ UK എല്ലാ വില്ലേജ് ഏരിയയിലേക്ക് ഈ ബസ് ചുറ്റിയിട്ടായിരിക്കും പോവുക. അപ്പോൾ എപ്പോഴും ബസ്സിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ബസ്സിന് ടൈം കൂടുതലായിരിക്കും. നമ്മൾ കയറി ഇരുന്നുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു 15 മിനിറ്റ് മിനിമം ഉണ്ടാവും ട്രാവൽ ചെയ്യാൻ വേണ്ടി. ചെടികളാണ് കുറവാണ്, പക്ഷെ ഇലച്ചെടി ആയാലും ചെറിയ പൂക്കളൊക്കെ ഇതുമ്പോൾ വരുന്നുണ്ട്. അങ്ങനത്തെ മരങ്ങളാണ്. നമ്മുടെ ബാക്കിലായാലും ഇഷ്ടംപോലെ മരങ്ങളുണ്ട്. റോഡിന് 2 സൈഡിലും മരങ്ങളാണ്. അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് തൊട്ടപ്പുറത്തുള്ള റെസിഡൻഷ്യൽ സ്പേസിലേക്കുള്ള ആളുകൾക്കും ഫാമിലിക്കും ഒന്ന് സൗണ്ട് വരില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ റോഡിൻ്റെ 2 വശത്തും ഫുള്ള് പമ്പക്കാടും മരങ്ങളാണ്. ഹൈറ്റിലുള്ള മരങ്ങളാണ്. ഒരു 10-15-20 അടി ഉയരം ഹൈറ്റുള്ള മരങ്ങളാണ്. എന്നാൽ തിക്കായിട്ട് ഇലകളുള്ള മരങ്ങളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് റോഡുകൾക്കല്ലാതെ. പച്ച നിറാണ്, ബാക്ക്ഗ്രൗണ്ടിലുണ്ട് പച്ചയാണ്. ചൂടുണ്ടോ? വെയിലടിക്കുന്നു. അപ്പൊ നമ്മള് ബസ് സ്റ്റേഷനിലെത്തി. അത് പീറ്ററോ സിറ്റി സെന്ററിലത്തെ ബസ് സ്റ്റേഷനിലെത്തി. അതിന്റെ പേരാണ് ക്യൂൻസ് ഗേറ്റ്. അവിടെ എത്തിയതിനു ശേഷം നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ഈ ബാക്കിൽ കാണുന്നതാണ് നമ്മുടെ ബസ് സ്റ്റേഷൻ. ബസ് സ്റ്റേഷനിൽ നിന്ന് പതുക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എവിടേക്ക്? റെയിൽവേ സ്റ്റേഷനിലേക്ക്. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ് കുട്ടി. അതെ, റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ രാവിലെ ജിമ്മിന് പോയിട്ട് നടക്കാൻ പറ്റാത്ത ചേട്ടന്മാരെ ഇങ്ങനെ ബസ്സിന് പിടിച്ചിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ബസ്സിൽ അടുക്കി പിടിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കൗഗേറ്റ് എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് കേട്ടോ, ഈ ഒരു സ്ട്രീറ്റിന്റെ പേര്. ഇവിടെ നിന്ന് ടാറ്റു ഷോപ്പാണ് എൻഡിൽ കാണുന്നത്. അപ്പൊ നമ്മൾ താഴത്തോടെ ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ പോവാൻ പോകുന്നത്. അടികോടെയാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ചവറൊക്കെ അടിച്ചു വരും ഇവിടുത്തെ. ഓക്കെ, നമ്മൾ എത്തിയിരിക്കുന്നത് സബ്വേയിലാണ്. നമ്മൾ എത്തിയിരിക്കുന്നത്. കുഴപ്പമില്ല കേട്ടോ. ശരിക്കും നമുക്ക് നേരിട്ടിട്ട് അതിലൂടെ കടന്നാൽ മതിയായിരുന്നു. പക്ഷെ അങ്ങനെ കടക്കാനുള്ള ഡയറക്റ്റ് ലീഗലായിട്ടുള്ള വഴികളൊന്നും ഇല്ല. അപ്പൊ നമ്മുടെ താഴത്തോടെ നേരായ വഴിയോടെ ഞങ്ങള് നടന്ന റെയിൽവേ സ്റ്റേഷനിലേക്ക് റോഡ് ചാടി കടക്കണം ഗൈസ്. അങ്ങനെയാണെങ്കിൽ ചാടി കടക്കാൻ ശക്തിയില്ല. നീ കാണുന്ന കണ്ടില്ല, പുല്ല് കണ്ടില്ല. നമ്മുടെ നാട്ടിലൊക്കെ ഡെക്കറേഷനും കല്യാണത്തിനൊക്കെ കൊണ്ടുവരുന്ന ആ പുല്ലാണ് ഈ കാണുന്നത് കേട്ടോ. ആ പുല്ലൊക്കെ ഇവിടെ വെറുതെ ഇങ്ങനെ കാട്ടിലിങ്ങനെ വഴിയോരത്ത് ഇങ്ങനെ കണ്ടോ. ഇതാണ് ആ സാധനം. നമ്മുടെ മോളിയോടെ വണ്ടിയും കാറൊക്കെയാണ് പോകുന്നത് കേട്ടോ. അവിടെ ഒരു പ്രാവ് പറഞ്ഞു പോയി. അവിടെ ആർട്സ് ഒക്കെ കാണാം. ഇവിടെ ചേട്ടൻ മസിൽ പിടിച്ചിരിക്കുന്നുണ്ട് ആള്. അടിപൊളിയല്ലേ?
സത്യമായിട്ടുണ്ട് കേട്ടോ. സത്യമില്ല, എല്ല് മാത്രം ഒന്നും സത്യമാ ഇങ്ങനല്ലേ സത്യമാ വേണ്ടല്ലേ സത്യമാണ്. ഞാൻ പുറത്ത് തെറ്റിട്ടിട്ടുണ്ട്, ഞാൻ ചെയ്യുന്നില്ല. ഇവിടെ ഒരു സാധനം നിന്റെ പടം വരച്ചിട്ടുണ്ടല്ലോ, കൊള്ളാലോ. അപ്പോൾ താഴെ നോക്കി കഴിഞ്ഞാൽ കാണാം സൈക്കിളിന് പോകുന്ന വഴി, ആള് നടക്കാനുള്ള വഴി. ഇത് ഷോർട്ട് കട്ടാണ് ഈ കാണുന്നത്. ഇത് മെയിൻ റോഡ്, നമ്മുടെ ബസ് വന്ന വഴി. അതിനുശേഷം നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് കടക്കുന്ന ചെറിയ കട്ടിങ് വഴിയാണിത്. അപ്പുറത്ത് കാണാം പാർക്കിംഗ് ഒക്കെ. അതുപോലെ തന്നെ മെയിൻ പാർക്കിംഗ് ഈ ബിൽഡിംഗ് ഫുള്ളും പാർക്കിംഗ് ആണ് കണ്ടോ. ഇഷ്ടംപോലെ സ്പേസില്ല. സിറ്റി സെന്ററിന് വേണ്ടിയിട്ട് തന്നെ 3-4 ബിൽഡിങ്സ് ഉണ്ട്. ഒരു 4 ഫ്ലോറുള്ള ബിൽഡിങ്സ് ഉണ്ട്. ഇത് ഫുള്ള് പാർക്കിംഗ് തന്നെയാണ് കേട്ടോ. ഇപ്പുറത്ത് കണ്ടു കഴിഞ്ഞാൽ കാണാം ഇതല്ലാതെ റെയിൽവേ സ്റ്റേഷനുള്ളിലത്തെ സൈക്കിൾ വെക്കാനുള്ള സ്ഥലമാണ് കണ്ടോ. അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മളെത്തി. നടന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിൻ ഒരെണ്ണം വന്നൊക്കെ എടുക്കുന്നുണ്ട്. നമ്മുടെ ഏതാ പ്ലാറ്റ്ഫോം ഒക്കെ നോക്കണം. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ പ്ലാറ്റ്ഫോം 3 ആണ് വരുന്നത്. നമ്മുടെ ട്രെയിൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ട്രെയിന് 8:29 ട്രെയിൻ വരുന്നത്. ലൈനർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർവീസാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ ഒരു ട്രെയിനോട് അതിന് മുന്നിൽ ആ ട്രെയിൻ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ട്രെയിൻ വരുന്നത്. അപ്പോൾ നമ്മൾ വെയിറ്റിംഗ് ആണ് ഇവിടെ. നല്ല തിരക്കുണ്ട് വീക്കെൻഡായ കാരണം. എനിക്ക് കഴിക്കുന്നുണ്ടോ? കോഫി മേടിക്കണം. സമയം എത്ര നോക്കിയാൽ 7:51 ആയിട്ടുള്ള ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് മേടിക്കാം. തൊട്ടപ്പുറത്ത് നല്ലൊരു കട ഉണ്ട് കേട്ടോ, സൈക്കിൾ വെച്ചിട്ടുള്ളൊരു നമ്മുടെ നാട്ടിലെ വെട്ടിക്കട പോലെ. അപ്പോൾ നമ്മുടെ ട്രെയിൻ ഇവിടെ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രെയിൻ എവിടെയാണ് എടുക്കണത്? ഈ താഴെ കാണുന്ന ഇതാണ് നമ്മുടെ ട്രെയിൻ. ഓക്കെ, ഓൺ ടൈമാണ് ട്രെയിൻ. ലേറ്റ് ഒന്നും ഇല്ല കേട്ടോ. ഇവിടെ ക്ഷീണിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോൾ ഇനി എന്തോ ക്ഷീണിക്കേണ്ടി വരും. ഇപ്പൊ ഞാൻ ഉറങ്ങിയ അവിടെ ഞാൻ ഇത്ര വെയിലത്തിടുന്ന ഉറങ്ങുന്ന ടെക്നോളജി എന്തൊരു ടെക്നോളജിയാണ്. അതായത് ഈ ഞാൻ പറയുകയാണെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊഫഷണലിലുള്ള എല്ലാവർക്കും ഒരു സ്പെഷ്യൽ കഴിവാണ്. അവരെവിടെ ഇരുന്നാലും ഉറങ്ങി കാണിച്ചു തരും നമുക്ക്. ആൾക്കാർ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലൊക്കെ ഭയങ്കര തിരക്കാണ് കേട്ടോ. അത് പ്ലാറ്റ്ഫോം ഇപ്പോൾ 4 ആയിരിക്കും. 4-ൽ ഫുള്ള് തിരക്കാണ്. ഇവിടെ 4 ആണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഫുള്ള് തിരക്കാണ്. ആളുകൾ ചായ കടയിൽ കിടന്ന് മറയാണ് ചായ പിടിക്കാൻ വേണ്ടിയിട്ട്. ഇതേടെ ഞാൻ കാണുന്നത്, ഞാൻ അതാ പറഞ്ഞത്. അത് 4 ഇത് 3 ആണ്, അത് 4 അല്ലേ. അപ്പം നിർത്തുന്ന ഒരു ലൈൻ തന്നെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ക്ലാസ്സാണ്. തണുത്തപ്പോ കോഫി അപ്പുറത്തെ ഓപ്പോസിറ്റ് സ്റ്റേഷനിൽ എനിക്ക് തോന്നുന്നു സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ സ്റ്റേഡിയത്തിലേക്ക് പോകണ കുറേ പിള്ളേർ വന്നും കയറിയിട്ടുണ്ട്. കുറുമതി നോക്കിക്കരുത്. ബൈ ബൈ ട്രെയിൻ.
ട്രെയിൻ അടുത്ത യാത്രയ്ക്ക് തയ്യാറായി. സെന്റ് പാൻക്രസ് വേ ഔട്ട് കണ്ടില്ലേ ഗൈസ്? നമ്മളിപ്പോ ലണ്ടൻ കിങ് ക്രോസിൽ എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് പോകേണ്ടത് സെന്റ് പാൻക്രാസ് ഇന്റർനാഷണൽ, അവിടേക്ക് പോകണം. ഗൈസ്, നമ്മള് ലണ്ടൻ കിങ് ക്രോസ് ചെയ്ത് തപ്പിപ്പിടിച്ച് ഇപ്പൊ സെന്റ് പാൻക്രാസ് ഇന്റർനാഷണൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മള് അടുത്ത ട്രെയിൻ ഉടനെ തന്നെ ഉണ്ടാവും. അതാണ് നമ്മൾ പോകുന്ന സ്ഥലത്തേക്കുള്ള ഒരു ട്രെയിൻ. അവിടെ എത്തിയിട്ട് പിന്നെ നമ്മൾ ബസ്സിൽ പോകണം. എവിടേക്ക് പോണെന്ന് പറഞ്ഞില്ലേ? പോണ സ്ഥലം ഞാൻ പറഞ്ഞിരിക്കും. അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് എത്തുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞിരിക്കും. ആ കാണുന്നതാണ് ട്രെയിൻ കേട്ടോ. ഈ ട്രെയിൻ സെന്റ് ആൽബാൻസ് സിറ്റിയിലേക്കാണ് പോണത്. അപ്പോൾ അധികം ആൾക്കാരൊന്നും ഫുള്ള് എംറ്റി സീറ്റ്സ് ആണ്. അപ്പൊ നമ്മളിങ്ങനെ ഇരുട്ട് ഗുഹയുണ്ട്, അതുപോലെ ഏതൊക്കെയോ ഇതൊക്കെ പോകുന്നുണ്ട്. ടണലാകുന്നുണ്ട്, ഐ തിങ്ക് സോ. ഗുഹ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയെങ്കിലും എത്തുമ്പോൾ അവസാനത്തെ സ്റ്റോപ്പാട്ടോ സെന്റ് ആൽബാൻസ് സിറ്റി. അപ്പൊ അങ്ങോട്ടുള്ള യാത്രയിലാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ നമുക്ക് ബസ് പിടിക്കാനുണ്ട്. അതാണ് അടുത്തൊരു പോയിന്റ്. അപ്പൊ നമ്മള് യാത്ര ചെയ്തോണ്ടേ സെന്റ് ആൽബാൻസ് സിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അവിടെ നമുക്ക് ബസ് പിടിച്ചിട്ട് വേണം നമ്മുടെ ലൊക്കേഷന്റെ പേര് നമ്മൾ ഇപ്പോഴും പറഞ്ഞിട്ടില്ല. സസ്പെൻസ് ആണ്. അപ്പൊ നോക്കി ഞാൻ കാണാം. നമുക്ക് അങ്ങോട്ട് തിരിച്ച ക്യാമറ അവിടെ സ്റ്റേഷൻസ് എഴുതി കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ട്രെയിനിൽ വലിയ കാര്യമായിട്ട് തിരക്കൊന്നുമില്ല. ചെറിയ ലൊക്കേഷനിലേക്കാണ് പോണത് കൊണ്ട് ട്രെയിന് തിരക്കില്ല. അപ്പൊ നമ്മൾ നേരത്തോടെയാണ് എത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് വരുന്ന വഴിയില് കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഇപ്പോ നമ്മൾ പോകാൻ പോകുന്ന പ്ലേസ് റിവീൽ ചെയ്യാൻ പോവാണ്. ഞാനൊരു പാട്ട് പാടാം. ഫുൾ പൊട്ടത്തായിരിക്കും, എന്നാലും ഞാൻ ആ പാട്ട് പാടി തരാം. കുമാരേ ഞാൻ കാതൽ വിക്കി ഊക്കി വെക്ക് കുമാരേ, ഞാൻ നെഞ്ചു മമ്മി മമ്മി വെക്കത് കുമാരേ. ഇത്ര എന്നെ കൊണ്ട് പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് സ്ഥലം മനസ്സിലായിട്ടോ? അന്യന്റെ മൂവിയിലെ ഒരു പാട്ടിന്റെ ലൊക്കേഷൻ ഈ സ്ഥലത്തല്ല, പക്ഷെ ഈ ഒരു സ്ഥലത്തോട് സാമ്യമുള്ള ഒരു സ്ഥലത്താണ് അവര് വീഡിയോ എടുത്തിരിക്കുന്നത്. ഇതെല്ലാം മനസ്സിലായോ? ഇല്ലല്ലേ? ഞാൻ പറയാം, നമ്മൾ പോവാൻ പോകുന്നത് ടുലിപ്സ് ഫാമിലേക്കാണ്. അപ്പോ അവിടെ ചെല്ലും പറയാം വല്ല പൂവുകളും വല്ല കൈകളും ഉണ്ടോന്ന്. പിന്നെ നമ്മള് എക്സൈറ്റഡ് ആണ്. ടുലിപ്സ് നമ്മളിവിടെ കണ്ടിട്ടില്ല. എപ്പോഴും ഞാൻ ഫോട്ടോസും വീഡിയോസിലും മാത്രമേ നമ്മളത് കണ്ടിട്ടുള്ളൂ. അപ്പോൾ ലെറ്റ്സ് ഗോ. നമ്മുടെ സ്റ്റേഷൻ ഇനി ഒരു സ്റ്റേഷനും കൂടി കഴിഞ്ഞ് അടുത്തതാണ് സെന്റ് ആൽബാൻസ് സിറ്റി എന്ന് പറയുന്നത്. അവിടെ ഇറങ്ങിയിട്ട് നമുക്ക് ഇനി ബസ്സിൽ പോകണം. കുറച്ച് ദൂരം നടക്കാണ്ട്, ഒരു 8 മിനിറ്റ് നടക്കാനുണ്ട്. അതിനുശേഷം ബസ്സിൽ പോകണം. അങ്ങനെയാണ് അവർ കാണിച്ചിട്ടുള്ളത്. അതിനുശേഷം നമ്മളവിടെ എത്തിയിട്ട് നമ്മൾ ബാക്കി വീഡിയോസ് കാണിച്ചു തരാം. എങ്ങനെയുണ്ട് ഈ സ്ഥലം? ഞാനും എക്സൈറ്റഡ്. കുട്ടിയുടെ എക്സൈറ്റഡ് അല്ലേ? ഞാൻ ഭയങ്കര എക്സൈറ്റഡ്. ഐ സോ എക്സൈറ്റഡ്. അപ്പോൾ ഞാൻ നോക്കട്ടെ, നമ്മള് സ്ഥലത്ത് എത്തിയിട്ട് കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, സെറ്റ്. എൻ്റെ പാട്ടിനെ കുറിച്ചൊന്ന് കമന്റ് ചെയ്യണേ. എൻ്റെ സപ്തസ്വരങ്ങൾ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടി. സംഗതി വന്നില്ല, ഷഡ്ജം വന്നില്ല. അതൊക്കെ ഇട്ടിട്ട് ഞാൻ അടുത്തോട്ടം പാടി തരുന്നതായിരിക്കും. ഓക്കെ, നേരം ഉണക്കുമ്പോ തന്നെ കുറച്ച് ചൂടുവെള്ളം കുരുമുളകും കൂടി കടിയാൽ മതി. അപ്പൊ കുയിൽ പോലെ സൗണ്ടോ? ചൂടുവെള്ളം കുരുമുളകും അല്ലേ? അപ്പൊ ഇതിനൊക്കെ നല്ലത് ഞാൻ വേറെ എവിടെയും ചെന്നിരിക്കുന്നല്ലേ അല്ലേ? ഓക്കെ ഗൈസ്, അപ്പൊ ഇനി നമുക്കൊരു സ്റ്റേഷൻ കൂടി ഉണ്ട്. കാണാം, വൺ മോർ സ്റ്റേഷൻ. ട്രെയിനിലൊന്നും ആരുമില്ല. This train terminates at St Albans City. Okay. We will be calling at Radlett and St Albans City. ഈ സ്ഥലത്തിന്റെ പേര് ശ്രദ്ധിച്ചാണ് കുട്ടേട്ട?
ഈ സ്ഥലത്തിന്റെ പേരാണ് എൽസ് ട്രീ, അതായത് എൽസ ചേച്ചിയുടെ ട്രീ നട്ട സ്ഥലം. എൽസ ട്രീ അവിടെ എവിടെയാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. കിഴക്കേ പാടം എന്ന അതിമനോഹരമായ ഗ്രാമം. സെന്റ് അർബാൻ സിറ്റിയില് റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയിരിക്കുകയാണെങ്കിൽ നമുക്ക് ബസ് പിടിക്കാൻ പോകണം. ബസ് പിടിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു എക്സിറ്റ് നോക്കി നടക്കണം. എവിടെ എക്സിറ്റ് എന്ന് അറിയില്ല. അപ്പൊ നമ്മള് പറഞ്ഞ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് ഇനി ബസ് സ്റ്റോപ്പ് ബിയിൽ നിന്ന് നമുക്ക് വണ്ടി കയറണം. അപ്പോൾ നമ്മള് ഹാഫ് അല്ലല്ലോ, 3/4 വരെ നമ്മൾ എത്തിയിട്ടുണ്ട്. കുറച്ചും കൂടി ട്രാവൽ ചെയ്യണം, അല്ലെങ്കിൽ കുറച്ച് നടക്കണം. അപ്പൊ നമ്മൾ പറഞ്ഞ സ്ഥലത്തെത്തും. പോകാൻ പോണ സ്ഥലം എല്ലാവർക്കും അറിയാം എന്ന് പ്രതീക്ഷിക്കുന്നു. പാട്ടൊക്കെ കേട്ടിരുന്നല്ലോ. വി ആർ വെരി എക്സൈറ്റഡ് ടു സീ ദിസ് ടൂറിസ്റ്റ് പ്ലേസ്. അപ്പൊ നമുക്ക് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ നമുക്ക് എടുക്കണം. അതിലുപരി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മുടെ ഏത് ലൊക്കേഷൻ ഫസ്റ്റ് കണ്ടുപിടിക്കുന്ന സ്ഥലം, എവിടെ ഫുഡ് കിട്ടും, എവിടെയാണ് ടോയ്ലറ്റ്, ഇത് 2 കാര്യങ്ങളും ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിനായി നമ്മൾ അവിടെ സ്ഥലത്ത് എത്തി കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു ഫുഡ് നമ്മൾ കഴിക്കുന്നതായിരിക്കും. ഓക്കെ, അതാണ് നമ്മൾ ആദ്യത്തെ പരിപാടി. വയറ് കുളു സൗണ്ട് ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫുഡ് എത്തിയതിന് ശേഷം അതിന് ശേഷമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഓടാനും ചാടാനും ഫോട്ടോ ഒക്കെ എടുക്കണല്ലോ. അപ്പൊ നമ്മുടെ കുറച്ച് എനർജി ആവശ്യമാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഫുഡ് കഴിക്കും. ഫുഡ് കഴിച്ചിട്ട് നമ്മുടെ കലാപരിപാടികളിലേക്ക് നമ്മൾ സാവധാനം കടക്കുന്നതായിരിക്കും. സെന്റ് അൽബാൻ സിറ്റി റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് മുമ്പിലെ ബസ് സ്റ്റോപ്പിൽ നിന്നാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പൊ ഇനിയുള്ള യാത്ര എന്ന് പറയുകയാണെങ്കിൽ ഇവിടുന്ന് ബസ്സിലാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്ഥലത്ത് എത്തുന്നത്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോ. അപ്പൊ എല്ലാവരും സ്റ്റിൽ വെയിറ്റ് ചെയ്യണം നമ്മുടെ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. അതുവരെ നന്ദി, നമസ്കാരം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത് കേട്ടോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് സോൾട്ട് ആൻഡ് പെപ്പർ വീഡിയോസ്. അപ്പൊ നമ്മുടെ ഇൻസ്റ്റയിലെ വീഡിയോസും കാണാം. ഓക്കെ, സീ യു ദെൻ, ബൈ ബൈ. ഞാൻ ഇങ്ങനെ തിരിയണത്